ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ മടിയൊക്കെ പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതും ഈ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയതുമായ ഒരു ഡിഷാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അത് മുട്ടച്ചോറ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്, ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസും എന്തൊക്കെയാണെന്ന് പറയട്ടെ. ഞാൻ 2 കപ്പ് ചോറ്, ഇത് തലേ ദിവസത്തെ ചോറായാലും കുഴപ്പമില്ല, അന്ന് നമ്മൾ ഉണ്ടാക്കി ചൂടാറിയിരിക്കണം ചോറായിരിക്കണം എന്നേ ഉള്ളു. പിന്നെ ബാസ്മതി റൈസ് ആയാലും കുഴപ്പമില്ല, നമ്മുടെ നെല്ലുകുത്തരിയുടെ ചോറായാലും കുഴപ്പമൊന്നുമില്ല, ഏത് റൈസ് ആയാലും പ്രശ്നമില്ല, നമുക്ക് മുട്ടച്ചോറ് ഉണ്ടാക്കാം. അപ്പൊ ഞാൻ 2 കപ്പ് ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ 2 കപ്പിന് വേണ്ടി ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3 അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് കറിവേപ്പില, ഒരു മീഡിയം സൈസ് സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ തക്കാളി അരിഞ്ഞു വെച്ചു, ആവശ്യത്തിന് ഉപ്പ്, ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ കടുകുണ്ട്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 2 മുട്ട. ഇതൊക്കെയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. എന്നാ ഇത് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് തീ ഓൺ ചെയ്തു. പാൻ ചൂടായി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയാലാട്ടോ അതിന്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇപ്പൊ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ കടുക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. നമ്മുടെ വെളുത്തുള്ളി, ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്, അതങ്ങ് ഇട്ട് കൊടുക്കാം. ഈ സവാള നമുക്കൊന്ന് എളുപ്പത്തിൽ വഴഞ്ഞു കിട്ടാനാണ് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പതേ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തീ അങ്ങ് കുറച്ച് വെക്കണം. നമ്മൾ മസാല ഇടാൻ പോവുകയാണ്. തീ കുറച്ച് വെച്ചിട്ട് എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതെല്ലാം ഇട്ട് ആ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്ത്, പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കണം. ഈ തക്കാളി ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. ഇപ്പത് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ തക്കാളി ഒരു സൈഡിലേക്ക് മാറ്റി, നമ്മുടെ ഈ മസാലയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കുവാണ്. ഇനി ഈ മുട്ട നമ്മൾ മസാലയിൽ നന്നായിട്ടൊന്ന് ചേർത്ത് ഈ മസാലയെല്ലാം മുട്ടയിൽ പിടിക്കത്തക്ക രീതിയിൽ ഇളക്കി മുട്ടയൊന്ന് വേവിച്ചെടുക്കണം, ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോഴേ നമ്മുടെ മുട്ടയൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 കപ്പ് ചോറാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചോറ് നന്നായിട്ട് അങ്ങ് ഇളക്കി, ഒത്തിരി വെന്ത് കുഴഞ്ഞു പോവാത്ത ചോറായിരിക്കണം കേട്ടോ. വെന്ത് പോയ ചോറാണെങ്കിൽ നമ്മളിപ്പം ഈ മുട്ടയിലേക്ക് ഇടുമ്പോഴേക്കും ആ ചോറ് അങ്ങ് കുഴഞ്ഞ ഒരു പരുവത്തിലാകും. അപ്പം നമ്മളിതേ ഒരു പാകത്തിന് വെന്ത ചോറാണെങ്കിൽ
അത് നമുക്ക് നല്ലതായിട്ട് എടുക്കാം. ഈ സമയം നമുക്ക് ഇതിന്റെ ഉപ്പ് നോക്കാം, ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കാം. ഉപ്പ് പാകത്തിനുണ്ട്. ഇനി നമുക്ക് കുരുമുളക് ഒരല്പം ഇട്ട് കൊടുക്കാം. ഒരല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് ഇളക്കി നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മുട്ടച്ചോറ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എന്നാൽ നമുക്ക് നമ്മുടെ സെർവിങ് ബോളിലേക്ക് മാറ്റാം. അങ്ങനെ സ്വാദിഷ്ടമായ വളരെ എളുപ്പത്തിലുള്ള നമ്മുടെ മുട്ടച്ചോറ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.